നമസ്കാരം. US നാവികസേനയുടെ ആക്രമണത്തിനിരയായതിനെ തുടർന്ന് 24 ഇന്ത്യൻ ജീവനക്കാരുമായി പുറപ്പെട്ട MT മാരിവെക്സ് എന്ന ചരക്കപ്പൽ ഒമാനിലെ മസീറ ദ്വീപിന് സമീപം മുങ്ങുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 കപ്പലിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ജീവനക്കാർ അടിയന്തര സഹായത്തിനായി സന്ദേശങ്ങൾ അയച്ചിരുന്നു. MT മാരിവെക്സിൽ ഉച്ചയ്ക്ക് 1:30 തീപിടുത്തമുണ്ടായതെന്നും ആ സമയത്ത് 24 ഇന്ത്യൻ ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നുവെന്നും ഷിപ്പിംഗ് മന്ത്രാലയം സ്ഥിരീകരിച്ചു. കപ്പലിലെ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ലഭ്യമായ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഇന്ത്യൻ ജീവനക്കാരും നിലവിൽ സുരക്ഷിതരാണ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം, വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾ, ഇന്ത്യൻ നാവികസേന, പ്രതിരോധ മന്ത്രാലയം എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓബേഷ് കുമാർ ശർമ്മ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കപ്പൽ ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം 15 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിന്റെ എഞ്ചിൻ റൂമിലുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിന് വിള്ളൽ വീഴുകയും ഉള്ളിലേക്ക് വെള്ളം കയറി നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു. സ്ഫോടനത്തിൽ കപ്പലിലെ ലൈഫ് ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ സങ്കീർണമാക്കിയിരുന്നു. തീപിടുത്തത്തിന് പിന്നാലെ MT മാരിവെക്സിലെ ഒരു ജീവനക്കാരനിൽ നിന്ന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശം ലഭിച്ചതായി ഓൾ ഇന്ത്യ സീ ഫെയറേഴ്സ് യൂണിയൻ വ്യക്തമാക്കിയുണ്ടായി. യൂണിയൻ നൽകിയ വിവരങ്ങൾ പ്രകാരം കപ്പലിലെ ജീവനക്കാരനായ നിതേഷ് എന്ന വ്യക്തിയാണ് അപകടത്തിന് പിന്നാലെ അടിയന്തര സഹായം തേടി ബന്ധപ്പെട്ടത്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ 24 ഇന്ത്യൻ ജീവനക്കാരും കപ്പലിലുണ്ടായിരുന്നതായും യൂണിയൻ വ്യക്തമാക്കി. നിലവിൽ ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കപ്പലിലെ എല്ലാ ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങൾ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും യൂണിയൻ വ്യക്തമാക്കി. അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അത് പങ്കുവെക്കുമെന്നും ഓൾ ഇന്ത്യ സീഫെയറേഴ്സ് യൂണിയൻ അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ഈ പ്രതിസന്ധി ഘട്ടത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നും യൂണിയൻ പ്രത്യാശ പ്രകടിപ്പിച്ചു.